അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് നമ്പർ 93. അൻ അബി മൂസ അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. കുന്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സഫരിൻ. അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. അന്നേരം അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അലാ അദുല്ലുക അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന. സ്വർഗത്തിൻ്റെ നിധികളിൽ നിന്ന് വളരെ മഹത്തായ ഒരു നിധി നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? അവർ ആവേശത്തോടെ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ, എനിക്ക് പഠിപ്പിച്ചു തരണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖുൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നീ എന്ത് പറയണം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നീ പറയണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത് സ്വർഗത്തിൻ്റെ നിധിയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാതെ ഹൗല് എന്ന് പറഞ്ഞാൽ തെറ്റിക്കാൻ അർത്ഥം. അതായത് ഒരു മുസീബത്ത് വരുമ്പോൾ ആ മുസീബത്തിനെ തെറ്റിക്കുന്നവൻ, ഒരു തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സാഹചര്യം വരുമ്പോൾ ആ തെറ്റ് ചെയ്യാതെ നന്മയിലേക്ക് നയിക്കുന്നവൻ, തെറ്റിക്കുന്നവൻ ആരുമില്ല, അല്ലാഹു അല്ലാതെ വേറെ ഒരാളും ഇല്ല. അതുപോലെ വലാ ഖുവത, ഖുവ എന്ന് പറഞ്ഞാൽ ശക്തി. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശക്തി വേണം, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പവർ വേണം, ആരോഗ്യം വേണം, സമ്പത്ത് വേണം. അങ്ങനെ സമ്പത്തും ആരോഗ്യവും തുടങ്ങിയ പവറുകൾ നൽകുന്നവൻ അതും അല്ലാഹുവാണ്. വളരെ വളരെ മഹത്തായ ദിക്റാണ്. അതിൻ്റെ അർത്ഥം കൂടി നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് പറയുകയാണെങ്കിൽ, മറ്റൊരു ഹദീസിൽ അല അദുല്ലുക അല ബാബിൻ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലുകൾ എന്നുള്ളൊരു വാതിൽ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്നും കാണാം. മറ്റൊരു ഹദീസിൽ മറ്റൊരു സ്വഹാബിയോട് അക്സിർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫഇന്നഹ മിൻ കുനൂസിൽ ജന്ന. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് സ്വർഗത്തിൻ്റെ നിധികൾ എന്നുള്ള ഒരു നിധിയാണ്. നമുക്ക് പെട്ടെന്ന് ചെറിയ വാക്കുകളെ കൊണ്ട് വലിയ പ്രതിഫലം നേടാവുന്ന വളരെ മഹത്തായ ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.